അത് സാധിക്കാതെ പോകുകയാണ്. ചിന്തിച്ച് നോക്കണം. അനേകം കൂട്ടായ്മകളിലേക്ക് ഇന്ന് പലരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേകം ദൈവമക്കൾ സഭയുടെ ആരാധനയും ശ്രേഷ്ഠതയും മനസ്സിലാക്കിക്കൊണ്ട് തിരികെ വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ചിലർ അവിടെ തന്നെ തങ്ങി നിൽക്കുകയാണ്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. ദൈവത്തെ അനുഗമിക്കുക. വെള്ളിയാഴ്ച നമസ്കാരത്തിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട്. സത്യപ്രകാശം മരത്തിന്റെ മേൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് സൂര്യൻ ഇരുണ്ടുപോയി, ഭൂമി മുഴുവനും അന്ധത ബാധിച്ചു. സത്യപ്രകാശമാകുന്ന ദൈവത്തെ പരിശുദ്ധ മാമോദീസയാവുന്ന ശുശ്രൂഷയിലൂടെ നിന്റെ ഉള്ളിൽ, നിന്റെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ നീ സ്ഥാപിച്ചുവെങ്കിൽ തുടർന്ന് ആ ദിവ്യ ദാനത്തെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുവാനായിട്ട് സാധിക്കണം. നമ്മളുടെ കോട്ട, നാമാകുന്ന കോട്ട നശിച്ചു പോകുവാൻ ഒരിക്കലും നാം അനുവദിക്കരുത്. പിതാക്കന്മാര് അവർ ഒരുമിച്ച ദൈവസന്നിധിയിലെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ദാവീദ് സങ്കീർത്തനത്തിൽ പാടിയതുപോലെ അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്നും എടുക്കരുത്. നിത്യപ്രകാശത്തെ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അന്ധതമസ്സും കൂരിരുട്ടും ജീവിതത്തിലേക്ക് കടന്നു വന്ന് തപ്പി നടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കല്ലേ എന്ന് അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. സുറിയാനി സഭയുടെ മക്കളുടെ ജീവിതത്തിൽ എന്നും മുഴങ്ങി നിൽക്കേണ്ട പ്രാർത്ഥനയും അത് തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ നിന്നും എടുക്കരുത്. ആകയാല് ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, സഹോദരന്മാരെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ശരീരം വെടിപ്പുള്ളതായി തീരുമ്പോൾ ആത്മാവ് ശരീരത്തിൽ വസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് മനസ്സില്, ഹൃദയത്തില് വസിക്കുകയാണ്, നമ്മെ നിയന്ത്രിക്കുകയാണ്. എന്നാൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ജഡികമായിരിക്കുന്ന സുഖങ്ങളുടെയും പിന്നാലെ മനുഷ്യൻ പോകുമ്പോൾ നാം സ്വീകരിച്ചതായ പരിശുദ്ധാത്മാവിനോട് മറുതലിക്കുന്നതായ ഒരു പ്രവണതയല്ലേ ചെയ്ത് കൂട്ടുന്നത് എന്ന് സ്വയമായിട്ട് ചിന്തിക്കണം. സഭാപ്രസംഗി പുസ്തകം 7-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, എന്നാൽ മനുഷ്യൻ സൂത്രങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചവനായ ദൈവം, ഏദൻ തോട്ടത്തിൽ അവരെ ആക്കിയവനായ ദൈവത്തിന് മറ്റൊരു ലക്ഷ്യവുമില്ലായിരുന്നു. എന്നാൽ സൃഷ്ടാവിനോട് മറുതലിച്ചുകൊണ്ട് സൃഷ്ടി സൂത്രങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ആ സൂത്രങ്ങളുടെ പിന്നാലെ തന്നെ ഇന്നത്തെ തലമുറയും പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തിജീവിതമാകുന്ന കോട്ടയെ ഇപ്രകാരം ജീവിക്കുന്നവർക്ക് സംരക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് രാത്രിയിലെ ഒരു തീരുമാനമെടുക്കണം. സത്യവഴിയിലേക്ക് നാം മടങ്ങി വരണം. സുഖവഴി വിട്ടുകൊണ്ട് നേർവഴിയിലേക്ക് നാം മടങ്ങി വരണം. ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെക്കുറിച്ചും മ്ലേച്ഛതകളെക്കുറിച്ചും സ്വയം വിശകലനം ചെയ്ത് പശ്ചാത്തപിക്കുവാൻ നമുക്ക് സാധിക്കണം. ഷേക്സ്പിയറിന്റെ മാക്ബത്ത് എന്ന് പറയുന്ന നാടകത്തിൽ മാക്ബത്തിനെ ഡങ്കൻ രാജാവ് കുത്തിക്കൊലപ്പെടുത്തിയിട്ട് ചുറ്റും നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ? അദ്ദേഹത്തിന് ആശ്വാസമായി ഇരുട്ടാണ്, ഒരു മനുഷ്യൻ പോലും കാണുന്നില്ല. ഒരു നിമിഷ നേരത്തേക്ക് നെഞ്ചിൽ തന്റെ കൈകൾ അമർത്തിക്കൊണ്ട് ആശ്വാസം എന്ന രീതിയിൽ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന അനേകായിരം നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ട് ഡങ്കൻ രാജാവ് ഭയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇരുട്ടിൽ ചെയ്യുന്നതായ പാപങ്ങൾ ദൈവസന്നിധിയിൽ മറവായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട്, മനുഷ്യന്റെ മുമ്പിൽ മറവായിരിക്കുന്നുവെന്ന് വിചാരിച്ചുകൊണ്ട് നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന തെറ്റുകളും അപരാധങ്ങളും നമ്മളുടെ ചിന്തയ്ക്കോ നമ്മുടെ ഇച്ഛാശക്തിക്കോ ഉതകുന്നതായ രീതിയിലല്ല, അതിലെല്ലാം ഉപരിയാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഈ രാത്രി ഒരു മടങ്ങിവരവിന്റെ രാത്രിയായി തീരട്ടെ. നമ്മളുടെ കോട്ടയ്ക്ക് ക്ഷീണം സംഭവിച്ചിരിക്കുന്നുവെങ്കിൽ
കോട്ടയെ ശക്തീകരിക്കണം. എപ്രകാരം ശക്തീകരിക്കണം? കർത്താവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനും സ്ലീഹന്മാരെ തലവനുമായ പത്രോസ് ചെയ്തതുപോലെ പുറത്തിറങ്ങിപ്പോയി കണ്ണുനീരോടെ അവനെ കുറിച്ച് ചിന്തിക്കുകയാണ്. കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനായ പത്രോസ് പുറത്തിറങ്ങിപ്പോയി കണ്ണുനീര് കൊണ്ട് അവന്റെ ഹൃദയത്തെ നനയ്ക്കുകയാണ്. ചങ്ക് തകർന്നവൻ കരയുകയാണ്. അവന്റെ ഹൃദയത്തെ അവൻ കണ്ണുനീരിൽ കുതിർത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ അവൻ അപേക്ഷിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഇതാ ഞാൻ നീ നൽകിയതായ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോലുകൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നഷ്ടപ്പെടുത്തി കളഞ്ഞ സ്ഥാനത്തേക്ക് നീ എന്നെ മടക്കിക്കൊണ്ടുവരണമേ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രോജ്വലിക്കുന്ന ശബ്ദം കണ്ണുനീരിൽ കുതിർന്ന് അവന്റെ വായിലൂടെ പുറത്തേക്ക് വരികയാണ്. കർത്താവിന്റെ സന്നിധിയിൽ പോയി അവൻ കെട്ടിപ്പിടിച്ചു. അവന്റെ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കുകയാണ്. ഇതായിരിക്കണം ഒരു മനുഷ്യ ജീവിതത്തിൽ എന്നും ഉണ്ടാകേണ്ടത്. നിരുവായുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് ഒരുമിച്ച് നിരുവായിലെ ജനങ്ങളും രാജാവും എല്ലാവരും മടങ്ങി വരികയാണ്. ദീർഘദർശിമാരിൽ ശ്രേഷ്ഠനും രാജാവുമായിരുന്ന ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദ് ചെയ്ത തെറ്റിനെ കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവനായിരിക്കുന്ന രാജകീയ സിംഹാസനം വിട്ട് അവൻ ധരിച്ചിരിക്കുന്നതായ രാജകീയ വസ്ത്രങ്ങളെല്ലാം ഊരിമാറ്റി വെച്ച് തന്റെ രാജകീയമെടുത്ത് താനായിരുന്ന സിംഹാസനത്തിൽ വെച്ചിട്ട് ചാക്കുശീല ധരിച്ചുകൊണ്ട് കൊട്ടാരത്തിന്റെ ചാരക്കുഴിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ പോകുകയാണ്. ചാരക്കുഴിയിൽ ചെന്ന് കിടന്ന് കണ്ണുനീരോടെ ദാവീദ് സങ്കീർത്തനങ്ങൾ എഴുതുവാൻ തുടങ്ങി. സത്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. കയ്യിൽ കോലെടുത്തു, കോല് മഷിയിൽ മുക്കി അവൻ എഴുതുവാൻ തുടങ്ങി. അവൻ എഴുതുവാൻ സാധിക്കുന്നില്ല. കാരണം അവന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീർ അവൻ എടുത്തു പിടിച്ചിരിക്കുന്നതായ ആ കടലാസിനെ അല്ലെങ്കിൽ ആ തൊകലിനെ നനയ്ക്കുകയാണ്. അവൻ എഴുതുന്ന ഭാഗം കുതിർന്നു പോകുകയാണ്, പരന്നു പോകുകയാണ്. അപ്രകാരമുള്ള ഹൃദയം നുറുങ്ങിക്കൊണ്ട് ദൈവസന്നിധിയിൽ ദാവീദ് പ്രാർത്ഥിച്ചു, സങ്കീർത്തനം എഴുതി. എന്താണ് ദാവീദ് എഴുതിയത്? നമ്മുടെ പിതാക്കന്മാരെ പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും നീ എടുക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇതാകണം നമ്മളുടെ പ്രാർത്ഥന. വ്യക്തിപരമായ കോട്ടയ്ക്ക് ക്ഷീണം സംഭവിക്കരുത്. കോട്ട ബലപ്പെട്ടുകൊണ്ടിരിക്കണം. ഈ യോഗം കഴിയുമ്പോൾ, ഈ സുവിശേഷ യോഗത്തിന്റെ സമാപനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു, കോട്ട കാത്തുകൊള്ളുക. ആ കൊള്ളുക എന്നുള്ള ഭാഗം വി ഹാവ് ടു ഡിലീറ്റ്. അത് നമ്മളിവിടെ നിന്നും എടുത്തു മാറ്റണം. ശിക്ഷണം എന്താണുള്ളത്? കോട്ട കാത്തു. കോട്ട കാത്തു എന്നുള്ള ആ വലിയ തീരുമാനത്തിൽ നമുക്കിവിടെ നിന്നും പോകുവാനായിട്ട് സാധിക്കണം.